ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ ALP എക്സാംസ് തുടങ്ങിയപ്പോൾ മുതൽ എന്നോട് എല്ലാവരും ചോദിക്കുന്ന കുറേയധികം കമൻസ് വന്നൊരു കാര്യമായിരുന്നു, ALP എക്സാമിന് ചോദിച്ച മാത്സ് ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഡിസ്കസ് ചെയ്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ വെയിറ്റിംഗ് തീരുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ALP ഫസ്റ്റ് ഡേ നവംബർ 25 നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഷിഫ്റ്റും ബാക്കി ഡേയ്സും നമ്മൾ പുറകിൽ ചെയ്യുന്നതായിരിക്കും. 5 ദിവസം ചേർന്ന് മൊത്തം 3 ഷിഫ്റ്റുകൾ വെച്ച് 15 മാത്സിന്റെ വീഡിയോസ്, 15 റീസണിങ് വീഡിയോസ്, 15 ജനറൽ നോളേജ് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയി പോകും. അപ്പൊ അത്രയും കാണാനുള്ള ക്ഷമ ആർക്കും ഉണ്ടാവില്ല, എനിക്കും ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. കാരണം ഇതിനകത്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് 18 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. 18 ക്വസ്റ്റ്യൻസിലെ ഒരു 15 എണ്ണവും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് RRBയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിലെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് പോലും ചേഞ്ച് ചെയ്യാണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു 2019 നടന്ന RPF എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ എവിടെയും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണമുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് അല്ല, ഇത് ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു എങ്ങനെയാ പറയാ, 18 ക്വസ്റ്റ്യനിൽ 15 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് നമുക്കൊരു 75% എബോവ് ക്വസ്റ്റ്യൻസും എന്ത് തന്നെയാണ്, പ്രീവിയസ് ഇയർ RRBയുടെ ഏതെങ്കിലും ഒക്കെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ മാത്സ് എല്ലാം കൂടെ കോമൺ ആയിട്ട് തരുമ്പോൾ ചിലരെങ്കിലും നോക്കാതെ മാറി പോവാറുണ്ട്. അത് എല്ലാം കൂടെ ഉള്ളത് എന്ന് പറയുമ്പോൾ അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, സ്പെസിഫൈഡ് ആയിട്ടല്ലേ വേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് അങ്ങ് ഉണ്ടാവും. അപ്പൊ അതിനുള്ളൊരു ആൻസർ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഏത് എക്സാം എങ്ങനെ എന്നൊന്നുമില്ല, RRBയുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള, RRBയുടെ മാത്രമല്ല SSCയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇത്തവണ ALPയിൽ ചോദിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ SSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് എങ്ങനെ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. RRB SSCക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ഇനി വരുന്ന ടെക്നീഷ്യനും JEEക്കും ഒക്കെ ഇത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹11,000 in 2 years at 4% per annum compounded annually. എളുപ്പമാണ് അല്ലേ? നമുക്ക് എന്തറിയാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് കാണാൻ അറിയാം. പ്രിൻസിപ്പൽ ഇൻറ്റു 1 + 4/100 raised to 2. ഓക്കെ, അപ്പോൾ ഇനി ഇത് എന്ത് ചെയ്യണം, നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യണം. 11,000 ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും, 1/25 എന്ന് കിട്ടും. 26/25 ഇൻറ്റു 26/25 എന്ന് കിട്ടും. അപ്പൊ ഇത് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാൻ ക്വസ്റ്റ്യൻസ് സ്പീഡിൽ പറഞ്ഞു പോകും കേട്ടോ. വർക്ക്ഔട്ട് ചെയ്യുന്നത് സ്പീഡ് ചെയ്തു പോകും, കാരണം നമുക്ക് 18 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ച് ലെങ്തി ആയി പോകും അതുകൊണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, 11,025 4 ടൈംസ് പോകും. എഗെയിൻ ഇവിടെ 100 4 ടൈംസ്, ഇവിടുത്തെ 0 ഇങ്ങോട്ട് ആഡ് ചെയ്താൽ 25 പോയി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് വർക്ക്ഔട്ട് ചെയ്യാം അല്ലെ. അപ്പൊ 525 5 എത്ര ടൈംസ്, 5 ടൈംസ് പോകും. 440 ആണെങ്കിൽ 88 ടൈംസ് ആണ് പോവുക. ഇനി നമുക്കിത് 26ന്റെ സ്ക്വയർ എത്രയാണെന്ന് നോക്കുക, ദെൻ 88 നോക്കുക, ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 11,897.6 എന്നാണ്. ഇതിന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇത് മൈനസ് ഇത് ചെയ്താൽ മതി അല്ലേ. അതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നമുക്കറിയാം 897.6 ആണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്ത് നിൽക്കുന്നില്ല, കാരണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എത്രയേ ഉള്ളൂ, 88 ഇൻറ്റു 26/5 എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ആൻസർ ഇത് തന്നെ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക, അതിൽ നിന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ALPയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രീവിയസ് ഇയറിൽ 1-2 വട്ടം ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഓക്കെ, അടുത്തത്, if HCF and LCM of two numbers are 7 and 245 respectively, then find their product.
ഇതൊന്ന് നോക്കി, എനിക്ക് ഇത്തവണ LP-യുടെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഷിഫ്റ്റിലെ ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, പ്രത്യേകിച്ച് പുതുമകളൊന്നും ഇല്ലാണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ള, നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് വരുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാം കൂടെ ഫൈനലി ഒരു അനലൈസേഷൻ എന്തായാലും നടത്താം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ജസ്റ്റ് പ്രോഡക്റ്റ് കാണാനാണ്. കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇത് തന്നെയാണോ ക്വസ്റ്റ്യൻ? ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല, ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്ന് ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, പ്രോഡക്റ്റ് കാണാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് പറഞ്ഞു തരാം. അടുത്തത്, എ ഷോപ്കീപ്പർ ഓഫേഴ്സ് സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 5% and 4% which are equivalent to a single discount of. രണ്ട് സക്സസീവ് ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സിംഗിൾ ഡിസ്കൗണ്ട് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പം 100 ആണെങ്കിൽ 5% എന്ന് പറയുമ്പോൾ അത് എത്രയാണ് അവിടെ വരുന്നത്? പിന്നെ 95 ആണ്. സോ 100ന്റെ 95%. അപ്പൊ അതൊരു എമൗണ്ട് ആണ്. അതിന്റെ എത്ര പെർസെന്റേജ് ആണ്? 4%. അപ്പൊ അവിടെ വരുന്നത് എത്രയാ വരുന്നത്? 96 വരും അല്ലെ? സോ 96/100. ഇത് ഒറ്റയടിക്ക് വർക്ക്ഔട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 19 എന്നാണ്. ഇവിടെ 20 എന്ന് കിട്ടും. അത് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നമ്മളത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് 4, 8 എന്ന് കിട്ടും. ഇവിടെ 10 എന്ന് കിട്ടും. എഗെയിൻ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2, 4ഉം 5 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 19 into 24 divided by 5 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 456 divided by 5 എന്നാണ് കിട്ടുന്നത്. എത്രയാണ്? 91.2 എന്നാണ്. നമ്മളോട് ഡിസ്കൗണ്ട് ആണ് ചോദിച്ചിരിക്കണേ അല്ലെ? നമുക്ക് ആ എമൗണ്ട് ആണ് 91.2 കിട്ടിയത്. അപ്പൊ ഡിസ്കൗണ്ട് എത്രയായിരിക്കും? 100ൽ നിന്നും ഈ ഒരു എമൗണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് 8.8% ആണ് ഒരു എന്ത് പറയുന്നത്? സിംഗിൾ ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്. 8.8% സിംഗിൾ ഡിസ്കൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായില്ലേ? മാക്സിമം കാൽക്കുലേഷൻസ് കുറയ്ക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. അടുത്തത്, a person bought the same number of oranges at the rate of 3 for a rupee and 2 for a rupee. അപ്പൊ എന്താണ്? 3 രൂപയ്ക്ക് 3 എണ്ണം 1 രൂപയ്ക്കും വാങ്ങിച്ചു, 2 എണ്ണം 1 രൂപയ്ക്കും വാങ്ങിച്ചു. അപ്പോ നമുക്ക് ഇവരുടെ LCM ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെയിം നമ്പർ ഓഫ് ഓറഞ്ചസ്. അപ്പൊ ഇത് ഒരുമിച്ച് വേണമെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? ഒരു ഡസൻ കൊടുക്കുമ്പോൾ 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്കാണ് ഒരു ഡസൻ കൊടുക്കേണ്ടത് എന്നാണ്. ആദ്യം ഇവരുടെ LCM നോക്കുക. 6 ആണ് LCM വരുന്നത്. 6 LCM വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ 2ഉം വരും, ഇവിടെ 3ഉം വരും. അപ്പൊ എന്താണ്? 6 എണ്ണം കിട്ടാൻ 3 എണ്ണം അനുസരിച്ച് നമ്മൾ എത്ര രൂപ കൊടുക്കണം? 2 രൂപ കൊടുക്കണം. 2 എണ്ണം കിട്ടാൻ എത്ര കൊടുക്കണം? 3 രൂപ കൊടുക്കണം. അപ്പൊ ടോട്ടൽ നമ്മൾ അവിടെ ചെലവാക്കിയത് എത്ര രൂപയാണ്? 5 രൂപയാണ്. എന്തിന് ചെലവാക്കിയത്? 5 രൂപ എന്തിന് ചെലവാക്കി? 12 എണ്ണത്തിന് ചെലവാക്കി അല്ലെ? കാരണം എന്താണ്? 6 എണ്ണം 2 രൂപയ്ക്കും 6 എണ്ണം 3 രൂപയ്ക്കും വാങ്ങിച്ചപ്പോ മൊത്തം 12 രൂപയ്ക്ക് നമുക്ക് എത്ര എണ്ണ കിട്ടിയത്? 5 എണ്ണമാണ്. 12 എണ്ണം എത്ര രൂപയ്ക്കാ കിട്ടി? 5 രൂപയ്ക്ക് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ? ഈ 12 എണ്ണം എത്ര രൂപയ്ക്ക് കൊടുത്താലാണ് നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുക? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 5 rupees ആണ് കോസ്റ്റ് പ്രൈസ് അല്ലെ? അതിൽ ആ കോസ്റ്റ് പ്രൈസിൽ നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടണം. അപ്പൊ 120 കണ്ടുപിടിച്ചാൽ മതി. എന്ത് ചെയ്യാം? ഇവിടെ എന്ത് വരും? 2 വരും. 6 ആണ് വരുന്നത് അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? SP എത്രയാ വരിക? നമുക്ക് SP 6 ആണ് വരുന്നത്. കോസ്റ്റ് പ്രൈസ് 5 ആയിട്ട് എടുത്തു. SP നമുക്ക് 6 ആണ് വരുന്നത്. 20% പ്രോഫിറ്റിൽ കിട്ടണമെങ്കിൽ ഒരു ഡസൻ നമ്മൾ 6 രൂപയ്ക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, Anil spends 40% of his income on rent and 40% of the remaining income on medicines. If he saves rupees 7,200 every month, what is his monthly income? ഇത് നമ്മൾ നോർമലി ഇത് എങ്ങനെയാ ചെയ്തത്? നമ്മൾ ചുറ്റി വളഞ്ഞൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അല്ലെ? ഓരോന്നായി ഒരു സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ എളുപ്പത്തിൽ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത്? 7,200 ബാലൻസ് ഉണ്ട്. അത് ഇൻകം X ആയിട്ട് എടുക്കുക. Xന്റെ 40%
40% എവിടെ സ്പെൻഡ് ചെയ്തു? റെന്റിന് സ്പെൻഡ് ചെയ്തു. അപ്പൊ ബാലൻസ് എത്രയാ ഉള്ളത്? 60/100 ബാലൻസ് ഉണ്ട്. ഈ 60/100ന്റെ 40% മെഡിസിൻസിന് സ്പെൻഡ് ചെയ്തു. അപ്പൊ അവിടെ പിന്നെ ബാലൻസ് എത്രയാ ഉള്ളത്? 60/100 തന്നെയാണ് പിന്നെയും ബാലൻസ് ഉള്ളത്. അപ്പൊ നമുക്കിനി ഇവിടുന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്യാം? 7200 into 100 into 100 divided by 60 into 60. ഇപ്പൊ 0 0 2 0 ക്യാൻസൽ ചെയ്യുക. 36 ആണ്. 36 72 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആണ്. നമുക്ക് ടോട്ടൽ എന്ത് വരും? ഇൻകം എത്രയാണ്? 20,000 ആണ് അനിലിന്റെ ഇൻകം. നമുക്കിത് ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറേ അധികം സ്റ്റെപ്സ് ചെയ്യുന്നതിലും എളുപ്പത്തിൽ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ഇത് എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമുക്ക് ധാരാളമാണ് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അടുത്തത് 11ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 11ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ്? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പ്ലസ് ചെയ്യും, ദെൻ ഇങ്ങനെ പ്ലസ് ചെയ്യും, എന്നിട്ട് ഇതിൽ കിട്ടുന്ന ആൻസർ മൈനസ് ഇവിടെ കിട്ടുന്ന ആൻസർ എക്സ് മൈനസ് വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒന്നുകിൽ 11ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതൊന്ന് ഇതിൽ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഇതിൽ ഏതാണ് 11ന്റെ ഡിവിസിബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ മാത്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ കാണും ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, a man loses 20% of his money. After spending 25% of the remaining money, he is left with rupees 480. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. x ആണ് ടോട്ടൽ എമൗണ്ട് ഉള്ളത്. അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്താണ്? 480 into 100 into 100 അത് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആദ്യം എന്താണ്? 20 ആണ്, അപ്പൊ ബാലൻസ് 80. ഇവിടെ 25 ആണ്, അപ്പൊ ബാലൻസ് 75. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 8, ഈ 0 0, ഇവിടെ 6 എന്ന് വരും അല്ലെ. 25ല് 75 എത്ര ടൈംസ് ആ പോവുക? 75 3 ടൈംസ് പോവും. 100ല് എത്ര ടൈംസ് പോവും? 4 ടൈംസ് പോവും. 3ഉം 6ഉം കൂടെ നമുക്ക് 2 ടൈംസ് പോവാം. അപ്പൊ എന്ത് വരും? 2 4s are 8. 800 rupees ആണ് അയാളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതെന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 800 rupees ആണ് അയാളുടെ ആദ്യം കയ്യിലുണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അല്ലെ. ഇപ്പൊ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഗംഭീരമായ ചോദ്യങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഇപ്പൊ നേരത്തെയുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ മെത്തേഡ് ആയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വേറൊരു മെത്തേഡാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ അതിലും കുറച്ചുകൂടെ എളുപ്പമുള്ള മെത്തേഡ് ഇതാണെന്ന് എനിക്ക് ഇന്നാണ് ഓർമ്മ വന്നത്. അപ്പൊ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ ചെയ്യേണ്ടത്? ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ് അല്ലെ. ഹെറോൺസ് ഫോർമുലയിൽ ആദ്യം നമുക്ക് വേണ്ടത് പെരിമീറ്റർ ആണ്. അപ്പൊ പെരിമീറ്ററിന് 5 + 7 ചെയ്യുക. 5 + 7 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 5 + 7 എന്ന് പറയുമ്പോൾ 12 എന്ന് വരും. 12 + 10 22 വരും. 22 divided by 2 എന്ന് പറയുമ്പോൾ നമുക്ക് 11 എന്ന് വരും. ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പെന്നില്ലാണ്ട് നമുക്ക് സെമി പെരിമീറ്റർ 11 എന്ന് വരെ ആൻസർ കിട്ടണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഏരിയ കണ്ടുപിടിക്കാൻ 11 into 11 - 5 എത്രയാണ്? 11 - 5 എന്ന് പറഞ്ഞാൽ 6 ആണ്. ദെൻ 11 - 7 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 11 - 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 4 എന്ന് വരും അല്ലെ. 11 - 7 ചെയ്ത ഒരു സെക്കൻഡ്. 11 - 7 ചെയ്യുമ്പോൾ 4 വരും. ദെൻ 11 - 10 എന്ന് പറയുമ്പോൾ നമുക്ക് 1 ആണ് വരിക. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 11
ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു 1 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 6നെ നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. 4ന് നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ? അപ്പം ഇവിടെ എന്ത് ചെയ്യാം? ഒരു 2 നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഓക്കെ. ആ 2 നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് കൊണ്ടുവരാം. നമുക്കിപ്പോൾ ബാലൻസ് എത്ര വരിക? 33 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2√66 എന്ന് വരും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാം അല്ലേ? ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കോമൺ നമ്പേഴ്സ് പുറത്തെടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് സിംപ്ലിഫിക്കേഷൻ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In the figure, line L is parallel to the line M. What is the value of x plus 2y? X ഇതാണ്, y ഇതാണ്. അപ്പം നമുക്ക് ഇവിടെ നോക്കിയേ, alternate interior angles ഈക്വൽ ആണ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? y 60 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും അല്ലെ? ഇനി ഇവിടെ നോക്ക്, ഇതെന്താണ്? ലീനിയർ പെയർ ഓഫ് ഇക്വേഷൻ ആണ്. ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും വരിക സമ്മ്. സോ 180 ഡിഗ്രി മൈനസ് 105 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് കിട്ടുന്നത് 75 ഡിഗ്രി എന്നാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സെയിം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് യൂസ് ചെയ്തിട്ട് എക്സ് നമുക്ക് എന്ത് കിട്ടും? 70 ഡിഗ്രി എന്ന് കിട്ടും. കിട്ടില്ലേ? 70 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതും ഇവിടെ 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 75 പ്ലസ് 2 ഇൻറ്റു 60 ആണ് ചോദിച്ചിരിക്കുന്നത്. 70 പ്ലസ് 75 പ്ലസ് 120 ആണ് വരിക. 195 എന്നാണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. ഇതിലിവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയോ എന്നൊരു കൺഫ്യൂഷൻ വന്നു. മിസ്റ്റേക്ക് ചാൻസ് ഇല്ല, എന്നാലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോവാം. ഇഫ് എക്സ് പ്ലസ് 1/x is equal to 5, ഇത് നമ്മൾ കുറെ ആൾജിബ്രയിൽ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് അല്ലെ? എക്സ് പ്ലസ് 1/x is equal to 5 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1/x² വാല്യൂ ആണ്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് 1/x the whole square 5 square, a plus b the whole square, a square plus 2ab plus b square is equal to 25. എളുപ്പമാണ്. ഇവിടെ x പോവും. എക്സ് സ്ക്വയർ പ്ലസ് 1/x² മാത്രം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? എഴുതും. 25 മൈനസ് 2 എന്ന് പറഞ്ഞാൽ ആൻസർ 23 ആണ് വരിക. ഓക്കെ, വാല്യൂസ് ഒക്കെ ഇട്ട് ഗംഭീരമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആൾജിബ്ര എന്ന് പറയുന്ന വീഡിയോ ടോപ്പിക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം നമ്മൾ അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ക്യൂബിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ വരാനുള്ള ഒരു ചാൻസ് ഉള്ളതാണ് ക്യൂബിന്റെ സെയിം ടൈപ്പ് തന്നെ ക്യൂബും വരാനുണ്ട്. അത് a plus b the whole cube വെച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത്. A car travels 4 successive distance of 3 km each at speeds of 10 km, 20 km, 30 km, 60 km respectively. What is the average speed of the car in this distance? Average speed എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? നമ്മളോട് ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്താണ്? എത്രയാണോ ഉള്ളത് അല്ലെ? എത്രയാണുള്ളത്? അത് 4 ഇൻറ്റു ആ ഡിസ്റ്റൻസ് അല്ലെ? 4 ഇൻറ്റു ആ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് തരിക. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് 4 സ്പീഡിൽ 3 കിലോമീറ്ററാണ് പോയിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ വരുന്നത്? 12 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. ടോട്ടൽ ടൈം നമുക്ക് എന്ത് വരും? 12 ബൈ ഇവിടെ എന്താ വരിക? 3/10 പ്ലസ് 3/20 പ്ലസ് 3/30 പ്ലസ് 3/60 എന്ന് വരും അല്ലെ?
നമുക്കിനി എന്ത് ചെയ്യണം, ഇതിന്റെ LCM യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും, 12/60 ആണ് LCM വരേണ്ടത് അല്ലെ. അപ്പൊ 60 ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എത്ര വരും, ഇവിടെ 60 വരുമ്പോ 3 into 6 എന്ന് പറയുമ്പം 18 വരും. 3 into 3 എന്ന് പറയുമ്പോൾ 9 വരും. 3 into 2 എന്ന് പറയുമ്പോൾ 6 വരും. പ്ലസ് 3 എന്ന് വരും അല്ലെ. LCM മെത്തേഡ് ആണ് കേട്ടോ ആ ചെയ്തത്. ഇവിടെ വെറുതെ ഒരു സ്റ്റെപ്പ് കളയണ്ടെന്ന് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്, ഇവിടെ 60 വരണമെങ്കിൽ into 6 ആണ്, 3 into 6 ചെയ്തു, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും, 12 ഇത് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക, 36 ആണ് കിട്ടുക. ഇവിടെ ഡിവിഷനിൽ കിടക്കുന്ന 60 നമുക്ക് ഇവിടെ മേലേക്ക് കൊണ്ടുവരാം അല്ലെ, into 60 ആക്കാം. ഇവിടെ 12 എന്താണ്, 3 ടൈംസ് ആണ് പോവുക. 60 divided by 3 എന്ന് വെച്ചാൽ എത്രയാണ്, 60 divided by 3 എന്ന് വെച്ചാൽ 20 km/h ആണ് സ്പീഡ് വരുന്നത്. ഓക്കെ, ആവറേജ് സ്പീഡ് എത്രയാ വരുന്നത്, 20 km/h ആണ് ആവറേജ് സ്പീഡ് വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ ഇത്രയും നേരം കണ്ടതിൽ എനിക്ക് കുറച്ചൊന്ന് ടൈം എടുത്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്നാലും നമ്മൾ അതും ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്തതും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 50 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ അത് നമുക്ക് x ആയിട്ട് എടുത്താൽ ആ 50 സ്റ്റുഡൻസിന്റെ ടോട്ടൽ എത്രയായിരിക്കും, 150 into 50 ആയിരിക്കും അല്ലെ. സം എത്രയാണ്, 150 into 50 ആയിരിക്കും. 150 into 50 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 7500 എന്ന് കിട്ടും. ഇനി 5 കുട്ടികൾ പോയി. 5 കുട്ടികൾ പോയ കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും, 5 into ഹൈറ്റ് എത്രയായിരിക്കും, 5 into 146 എന്ന് വരും. അത് നമുക്ക് എത്ര കിട്ടും, 730 എന്ന് കിട്ടും. അപ്പൊ ഇനി അവിടെ ബാലൻസ് ഉള്ള കുട്ടികളുടെ വെയിറ്റ് നമ്മൾ ഇത് മൈനസ് ചെയ്താൽ മതി അല്ലെ. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6770 എന്ന് കിട്ടും. ഈ 6770യുടെ കൂടെ പുതുതായിട്ട് ജോയിൻ ചെയ്ത 5 കുട്ടികളുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, അവരുടെ ആവറേജ് into 5 divided by 50 ടോട്ടൽ നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പുതിയ ആവറേജ് ഹൈറ്റ് കിട്ടും അല്ലെ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, 6770 പ്ലസ് 5 into 156 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക, 780 എന്നാണ് കിട്ടുക. ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7550 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ വരുന്നത് 151 ആണ് ആവറേജ് ഹൈറ്റ് വരുന്നത്. അപ്പൊ ഇത് എന്താ ചെയ്തതെന്ന് മനസ്സിലായോ. എക്സ് നമ്മൾ 50 സ്റ്റുഡൻസിന്റെ ടോട്ടൽ ഹൈറ്റ് ആണ് എടുത്തത്. ഓക്കെ, ടോട്ടൽ സം എങ്ങനെ കിട്ടും, 150 ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ മതി, അത് നമുക്ക് ഇവിടെ കിട്ടി. ഇനി 5 പേര് പോയി അല്ലെ, പോയ 5 പേരുടെ ടോട്ടൽ വെയിറ്റ് ഹൈറ്റ് നമുക്ക് എങ്ങനെ കിട്ടി, അവരുടെ ആവറേജ് ഹൈറ്റ് ഇൻറ്റു 5 ചെയ്തപ്പോൾ നമുക്ക് പോയ ആൾക്കാരുടെ ടോട്ടൽ ഹൈറ്റ് കിട്ടി. അപ്പൊ ഈ ടോട്ടൽ സ്റ്റുഡൻസിൽ നിന്നും പോയ 5 പേരുടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയത് കിട്ടും. ഇവരുടെ ഇടയിലേക്കാണ് പുതിയ 5 പേര് വരുന്നത്. അപ്പൊ അവരുടെ സമ്മ് നമ്മൾ എന്ത് ചെയ്തു, ഈ സമ്മിന്റെ കൂടെ അവരുടേത് ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആ ക്ലാസ്സിന്റെ പുതിയ ആവറേജ് ഹൈറ്റ് കിട്ടി. അതാണ് 151. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, അടുത്തത്, what is the average of the first 25 multiples of 3? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് എണ്ണം കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ n equal to 25, ഇവിടെ എത്രയാണോ നമ്പർ അത് നമ്മൾ n ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ നമ്പർ ഇല്ലേ, അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. 3 into 25 into ഈ 25 ഇവിടെ ഏതാണോ നമ്പർ തന്നിരിക്കുന്നത് അത് പ്ലസ് 1 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 26 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 into 25. അതിവിടെ ഏത് നമ്പർ ആണെങ്കിലും ഇത് ഏത് നമ്പർ ആണോ അത് into 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 3 into 25, 25ന്റെ തൊട്ടപ്പുറത്തത് 26 ഡിവൈഡഡ് ബൈ 2 into ഈ 25 ചെയ്യാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 25 ക്യാൻസൽ ചെയ്യാം. 26ൽ എത്ര ടൈംസ് പോകും, 13 ടൈംസ് പോകും. 13 into 3 എന്ന് പറഞ്ഞാൽ 39. ആദ്യത്തെ 25 മൾട്ടിപ്പിൾസിന്റെ ആവറേജ് എത്രയാണ്, 39 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുല വൃത്തിയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത്
At a particular time of the day, due to the position of the sun, a person 6 feet tall casts a shadow of 4 feet, while a pole next to that person casts a shadow of 36 feet. What is the height of the pole? As usual, ഇതും ഒരു എല്ലാ ക്വസ്റ്റ്യനും ഞാനിപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് തന്നെയാണ് ഓരോ തവണ ഏതൊക്കെയോ എക്സാംസിന് ഏതൊക്കെയോ അല്ല RRBയുടെ പല ടൈപ്പ് ഓഫ് എക്സാംസിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 feet ടോൾ ഉള്ള ആള് 4 feet ഷാഡോ കാസ്റ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ പോളിന്റെ ഹൈറ്റ് ബൈ ഷാഡോ എത്രയാണ്? 36. നമുക്ക് റേഷ്യോ ഇട്ടാൽ മതി അല്ലേ? അപ്പൊ ഇനി ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? സോറി, ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 36 into 6 divided by 4. 4 36ൽ 9 ടൈംസ് ആണ്. 9 into 6 54. അപ്പൊ പോളിന്റെ ഹൈറ്റ് എത്രയാണ്? 54 feet എന്നാണ് പോളിന്റെ ഹൈറ്റ് വരുന്നത്. നമ്മൾ കാര്യമായി അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി എന്നൊക്കെ എഴുതി കാര്യമായി ട്രയാങ്കിൾ വരച്ച് ആംഗിൾ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ റേഷ്യോ എടുക്കുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ. Next, A alone can do a piece of work in 6 days, B alone in 8 days. അപ്പൊ അവരെന്ത് ചെയ്തു? 3200 രൂപയ്ക്ക് അവർ ആ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് സിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവർ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർത്തു? 3 ദിവസം കൊണ്ട് തീർത്തു. അപ്പൊ സിയും കൂടെ ചേർന്നപ്പോ 3 ദിവസം. ഇവരുടെ LCM നമുക്ക് എങ്ങനെ കിട്ടും? 24 കിട്ടും അല്ലെ? 24 6ല് 6 4s are 24, 8 3s are 24, 3 8s are 24. അപ്പൊ ഇവിടെ നോക്ക്, നമുക്ക് ആദ്യം സി ഒറ്റയ്ക്ക് എത്ര വർക്ക് ചെയ്യും എന്നുള്ളത് നോക്കണം. എയും ബിയും എ ഒരു ദിവസം 4 വർക്കും ബി ഒരു ദിവസം 3 വർക്കുമാണ് ചെയ്യുക. അപ്പോൾ എയും ബിയും കൂടെ ഒരുമിച്ച് ചേർന്നാൽ ഒരു ദിവസം അവർ 7 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. എയും ബിയും സിയും കൂടെ ചേരുമ്പോൾ 8 വർക്കാണ് ഒരു ദിവസം കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ സി ഒറ്റയ്ക്ക് എത്ര വർക്കാ ചെയ്യുക? 8 - 7. സി ഒറ്റയ്ക്ക് ഒരു വർക്കാണ് ഒരു ദിവസം ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ റേഷ്യോ എന്ത് കിട്ടും? 4:3:1 എന്നാണ് കിട്ടുക. ടോട്ടൽ 8 ആണ്. അപ്പൊ സിയുടെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 3200 into 1/8 എന്ന് കിട്ടും. 32 4 ടൈംസ് ആണ്. സിക്ക് എത്ര രൂപയാ കിട്ടുക? 400 rupees ആണ് സിക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. റേഷ്യോയും അതുപോലെ തന്നെ വർക്കിന്റെ ആ ഒരു ചാപ്റ്ററും കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്തത്, a 3-digit number is such that the unit digit, tens digit and 100 digits are in the ratio 2:3:4. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? 2x സം പറഞ്ഞിട്ടുണ്ട് അല്ലെ? 2x plus 30x plus 400x എന്ന് വരും. അപ്പൊ ആ നമ്പർ നമുക്ക് എങ്ങനെ കിട്ടും? 432x ആണ് ആ നമ്പർ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? റിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 4x plus 30x plus 200x. ഇതാണ് റിവേഴ്സ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ എത്ര വരും? 234x ആണ് റിവേഴ്സ് ചെയ്യുമ്പോൾ വരുന്നത്. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1332 ആണ് കിട്ടുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 666x എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1332 ഡിവൈഡഡ് ബൈ 666 എന്നാണ് വരിക അല്ലെ? അപ്പൊ 666 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ആദ്യം ഇതിനെ നമുക്ക് 11 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 അല്ല, സോറി, 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 111. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2 2 എന്ന് വരും. എക്സിന്റെ വാല്യൂ 2 ആണ് കിട്ടുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ 3-digit നമ്പർ ആണ് പറയുന്നത് അല്ലെ? ഫൈൻഡ് ദ പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 3-digit നമ്പർ ആൻഡ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ബൈ റിവേഴ്സിംഗ് ഇറ്റ്സ് ഡിജിറ്റ്സ്. ഇവർ തമ്മിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 432x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 432 into 2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2 2s are 4, 6 8 എന്ന് വരും. ഇവിടെ 234 into 2 അപ്പൊ എത്ര വരും? 8 6 4. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 14 വരും. 14 4 ബാലൻസ് 6 വരും. ദെൻ ഇവിടെ 5 ആണ്. 15 15 5 ബാലൻസ് എത്ര വരും? ബാലൻസ് 15 5 പോയി. ഓക്കെ, 9 വരും. 7 396 ആണ് നമ്മുടെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. 396 ആണ് നമുക്ക് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. അടുത്തത്, the sum of two numbers is 36. രണ്ട് നമ്പേഴ്സിന്റെ സം എത്രയാണ്? 36 ആണ്.
ഓക്കെ, ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ടൈംസ് ഓഫ് എ വൺ നമ്പർ ഈസ് 4 ടൈംസ് ഓഫ് ദ സെക്കൻഡ് നമ്പർ. ഈ രണ്ട് നമ്പേഴ്സിലെ വലിയ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യും? എക്സിന്റെ വാല്യൂ എടുക്കും. 4y/5. ഇവിടെ ആണെങ്കിൽ എക്സ് എത്രയാ വരിക? 36 മൈനസ് y എന്ന് വരും. ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. 36 മൈനസ് y ഇസ് ഈക്വൽ ടു 4y/5 എന്ന് വരും. 36 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 36 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നമുക്ക് 180 എന്നാണ് കിട്ടുക. മൈനസ് 5y ഇസ് ഈക്വൽ ടു 4y. മൈനസ് 5y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും, 9y ആവും. 180 ഇസ് ഈക്വൽ ടു 9y എന്ന് കിട്ടും. y ഇസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 9. ദെൻ വൈയുടെ വാല്യൂ എത്രയാണ്? 20 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. 36 ആയതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 20 ആണ്. ഓക്കെ, അപ്പൊ 20 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 2 ക്യൂബ് ഇൻറ്റു -9⁻0 ഇൻറ്റു 3 ക്യൂബ്. എക്സ്പൊണന്റ് 0 വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ആൻസർ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി? 27 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 216. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 216 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ALPയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ മുന്നേ വർക്ക്ഔട്ട് ചെയ്ത സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇത്തവണയും ചോദിച്ചിരിക്കുന്നത്. കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ RRB കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? ഇനി വരുന്ന എക്സാംസിന് പോകുമ്പോഴും പ്രീവിയസ് ഇയറിലുള്ള വിത്ത് എന്താ പറയുക, ഇറസ്പെക്റ്റീവ് ഓഫ് എക്സാം, അതായത് ഏതാണോ എക്സാം എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ടെക്നീഷ്യന് പോകുമ്പോൾ ടെക്നീഷ്യന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം, ജെഇക്ക് പോകുമ്പോൾ ജെഇയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം എന്ന രീതിയിൽ റെഫർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. RRBയുടെ പ്രീവിയസ് ഇയറിൽ കിട്ടാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. മാക്സിമം പ്രോബ്ലംസ് കണ്ട് പരിചയിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ RRB ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ഷിഫ്റ്റിനകത്ത് മാത്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്നോട് ഒരുപാട് പേര് ചോദിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഇതിന്റെ റീസണിങ്ങും GKയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഷിഫ്റ്റും ബാക്കിയുള്ള ഡേയ്സിന്റെയും വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ചെയ്തു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.